കോൺക്രീറ്റ് ചെയ്ത വമ്പൻ ഒരു നദി, മനസ്സിലായില്ലേ? ഒരു ചെറിയ പെരിയാർ എന്ന് വേണേൽ പറയാം. അത് ഏതാണ്ട് 500 ചില്ലുവാനം കിലോമീറ്റർ നീളത്തിൽ പണിതിട്ടിരിക്കുക. ഇത് കടന്നു പോകുന്ന പല പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണ്. ഈ കനാൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രസ്ഥാനം തന്നെയാണ്, അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരു വമ്പൻ നദിയുടെ വീതിയിൽ ഒരു നദിയെ ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് 600 കിലോമീറ്റർ നീളത്തിൽ. ഈ നദി പോലെ ഒഴുകുന്ന ഈ മെയിൻ കനാൽ മറ്റ് നദികളെ ക്രോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത് എങ്ങനെയാണെന്ന്. നദികൾക്ക് മുകളിലൂടെ പാലം പണിതിരിക്കുകയാണ്. അതായത് ഈ ഒരു 10, 100, 150 അടി വീതിയിൽ ഒരു പാലം പോലെ അക്വാഡക്റ്റ് പണിത് അതിൻ്റെ ഒരു നദിക്ക് മുകളിലൂടെ ഈ കനാലിന് ഒഴുക്കുകയാണ്. ഇങ്ങനെ നദികൾ, റെയിൽവേ ലൈനുകൾ, ഹൈവേകൾ ഇതിനെയൊക്കെ ക്രോസ് ചെയ്താണ് ഈ സാധനം ഒഴുകി 600 കിലോമീറ്റർ ഓടുന്നത്. ഒരത്ഭുത പ്രസ്ഥാനമാണ് ഈ നർമ്മദ മെയിൻ കനാൽ എന്ന് പറയുന്നത് തന്നെ. എത്രയോ ലക്ഷം ഹെക്ടർ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കുന്നതിന് ഇന്ന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ മെയിൻ കനാൽ. അതായത് നമ്മൾ ചില സമയത്ത് ചില വിഷയങ്ങളുടെ പേരിൽ നമ്മളൊരു കാര്യത്തെ തടസ്സപ്പെടുത്തുമ്പോഴും ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ഈ രാഷ്ട്രത്തിൻ്റെ പ്രയാണത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ വരണം. ജലവൈദ്യുത പദ്ധതികൾ വരണം, ടെക്നോളജികൾ വരണം, IT വരണം, കമ്പ്യൂട്ടർ വരണം, ട്രാക്ടർ വരണം, മാറ്റങ്ങളെല്ലാം വരണം. പുതിയ ലോകാത്ഭുതങ്ങളും നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളണം.